ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തൃശൂർ അതിരൂപത ആസ്ഥാനത്തെത്തി അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തി. ഛത്തീസ്ഗഡിൽ ബി.ജെ.പി. സർക്കാർ ആൾക്കൂട്ട വിചാരണയ്ക്കെതിരായ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച. നടരാജ് പരശുറാം തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. നടരാജ്, നിലവിലെ സ്ഥിതിഗതികളൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിനിടയിലാണ് ഇങ്ങനെയൊരു കൂടിക്കാഴ്ച. എപ്പോഴായിരുന്നു കൂടിക്കാഴ്ച നടന്നത്? ഒരുപാട് നേരം നീണ്ടു നിന്നോ? കൂടിക്കാഴ്ച ഇപ്പോഴും തുടരുകയാണ്. അല്പസമയം മുമ്പാണ് രാജീവ് ചന്ദ്രശേഖർ തൃശൂർ അതിരൂപത ആസ്ഥാനത്ത് മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ചയ്ക്ക് എത്തിയത്. അവർ ഇപ്പോഴും കൂടിക്കാഴ്ച തുടരുകയാണ്. നമുക്കറിയാവുന്ന പോലെ രാജ്യത്ത് ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവർക്കെതിരായ ആക്രമണം തുടർന്ന സാഹചര്യത്തിലും ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിലും ബി.ജെ.പിക്ക് സ്വാഭാവികമായും കേരളത്തിൽ മതമേലധ്യക്ഷന്മാരെ, പ്രത്യേകിച്ച് ക്രിസ്തീയ മത പുരോഹിതരെ കണ്ട് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു ദൗത്യമാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം അദ്ദേഹം എറണാകുളം അതിരൂപത അധ്യക്ഷനെയും നേരിട്ട് കണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതേപോലെ തന്നെ ഇന്ന് തൃശൂർ അതിരൂപത അധ്യക്ഷനെയും കണ്ട് ഇത്തരത്തിൽ നിലപാട് വ്യക്തമാക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം തൃശൂരിൽ വലിയ പ്രതിഷേധമാണ് തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ സ്വരാജ് റൗണ്ടിലും കോർപ്പറേഷൻ പരിസരത്തും കന്യാസ്ത്രീകളുടെ അറസ്റ്റ് സംബന്ധിച്ച കാര്യത്തിൽ നടന്നത്. ഇത്തരത്തിൽ വലിയ പ്രതിഷേധം സംസ്ഥാനത്ത് തുടർന്ന സാഹചര്യത്തിലാണ് അതിരൂപത അധ്യക്ഷനെ നേരിട്ട് കണ്ട് നിലപാട് വിശദീകരിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ എത്തിയിരിക്കുന്നത്. കന്യാസ്ത്രീകൾക്ക് ഉടൻ തന്നെ ജാമ്യം ലഭിക്കുമെന്നും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ തൃശൂർ അതിരൂപത അധ്യക്ഷനെ അറിയിച്ചിട്ടുണ്ട്. അമൃത. ശരി നടരാജ്.